ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഒരുവിധ ലേഡീസിനൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലേ ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ പെയിൻ വരുന്നുണ്ടാവുക. അപ്പോൾ അതെന്തൊക്കെയാണ്, ഞാനെങ്ങനെയാണ് എൻ്റെ ഒരു ബാക്ക് പെയിൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് പണ്ടുണ്ടായിരുന്നേക്കാളും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തതെന്നുള്ളൊരു എനിക്കറിയാവുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സിറ്റിംഗ് പൊസിഷൻ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു എന്താ പറയുക കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റർ എപ്പോഴും കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണം. ഞാൻ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ വളഞ്ഞു കുത്തിയ പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ബാക്കിലേക്ക് പ്രഷർ വന്നിട്ട് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ വയറിൽ ബേബി ഉള്ളത് കൊണ്ട് ബേബി വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ വെയിറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഈ ബാക്കിലേക്ക് പെയിൻ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ടൈം ആവാതെ ബേബി വരില്ലല്ലോ. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ പോസ്റ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. നമ്മളെപ്പോഴും ഇരിക്കുമ്പോൾ ചെയറിലായാലും എവിടെയായാലും ഇരിക്കുന്ന ടൈമിൽ നടുനിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ലെവലിൽ തന്നെ നമ്മുടെ ബോഡി വരുന്നത് കൊണ്ട് അത്ര പെയിൻ നമുക്ക് എടുക്കില്ല. അതല്ല നമ്മളിങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല, സുഖമൊക്കെ ആയിരിക്കും ഇരിക്കുക. അത് കഴിയുമ്പോൾ പിന്നെയാണ് നമുക്ക് ഈ പെയിൻ എഫക്റ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഞാൻ ഇരിക്കുമ്പോൾ തൊട്ടിട്ട് എപ്പോൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയറിൽ ഇരിക്കുന്ന ആ ടൈമിൽ നമ്മൾ നടുനിവർത്തി നേരെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ അധികം നേരം ഇരിക്കാതിരിക്കുക കേട്ടോ. ഒരുപാട് നേരം ഇരിക്കണതും അത്ര നല്ലതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനിരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ എപ്പോഴും കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മുടെ അത് പലരും വിട്ടുപോകല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു കംഫർട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കംഫർട്ട് ഉണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് എഫക്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബെൻഡിങ് പൊസിഷൻ. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴാമെന്ന് വിചാരിക്കാം. നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന നേരെ തന്നെ അങ്ങോട്ട് കുനിഞ്ഞിട്ട് അതെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലേക്ക് പ്രഷർ വരും. ആ പ്രഷർ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളിത് എന്തെങ്കിലും ഇങ്ങനെ ഇപ്പോൾ വീഴാതെ അല്ലാതെ തന്നെ നമ്മൾ താഴെ കിടക്കുന്ന സാധനം എന്തെങ്കിലും എടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങനെ തന്നെ നേരെ നിൽക്കുന്ന ആ പൊസിഷനിൽ തന്നെയാണ് കുനിഞ്ഞ് അത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നിലേക്ക് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ എന്തെങ്കിലും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഴാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരുടെ എടുത്ത് തരാൻ പറയാം. ഇനി ആരും അടുത്തില്ല, നിങ്ങൾ തന്നെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം, അതായത് മെല്ലെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുനിയാതെ, ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്യാം കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ കുനിഞ്ഞിട്ട് അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് പ്രഷർ വന്നിട്ട് പെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും തോറും എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് വിടും. പക്ഷേ ഇതൊക്കെ ഈ പെയിൻ വരാനുള്ള, അതായത് ഈ ബാക്ക് പെയിൻ മാറാതിരിക്കാൻ കൂടാനൊക്കെയുള്ള സാധ്യതയുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാം. ഇതിപ്പം ഞാനിപ്പോൾ എൻ്റെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞതിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ ചെയ്യണതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് അറിഞ്ഞതുകൊണ്ടാണ് ഞാനത് നിങ്ങളേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും എന്തെങ്കിലും സംഭവം താഴെ വീഴുന്ന ടൈമിൽ ഞാൻ ഇമേജ് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുനിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആരെങ്കിലും എടുത്ത് തരാൻ പറയാം. സ്ലീപ്പിംഗ് പൊസിഷൻ. മൂന്നാമതായിട്ട് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ലീപ്പിംഗ് പൊസിഷനാണ്. അതായത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കിടക്കുമ്പോൾ നമ്മളെപ്പോഴും അറിയാം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നാണ് പറയുക. പക്ഷേ എപ്പോഴും നമുക്ക് ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ റൈറ്റിലും ചെരിഞ്ഞ് കിടക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 സൈഡിലായിട്ട് കിടക്കണം എന്നാണ്, നേരെ കിടക്കരുത് എന്നാണ് പറയാറുള്ളത് അല്ലേ.
അപ്പോൾ അങ്ങനെ കിടക്കുന്ന ടൈമിൽ എപ്പോഴും നിങ്ങളുടെ വയറും അതുപോലെ ബാക്ക് നമ്മളിപ്പോൾ ചെരിഞ്ഞെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ, അതായത് വയറിൻ്റെ അവിടെയും ബാക്കിലും പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് നടുവിൽ കിടക്കുക. അപ്പോൾ നമുക്കൊരു നമ്മളിങ്ങനെ ഒരാൾ ഹോൾഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യും. നമുക്ക് വലിയ പ്രഷർ ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചിലവർ ഇതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി പില്ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ സി ഷേപ്പിൽ വരുന്ന പില്ലോസ് ഉണ്ടല്ലോ, അത് മേടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന പില്ലോ ഉണ്ടല്ലോ, ഞാൻ കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബെഡ് മൊത്തം പില്ലോ ആണ്. അങ്ങനെയാണ് ഞാൻ കിടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈഡിലും അതുപോലെ കാലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പില്ലോ വെച്ച് കവർ ചെയ്ത് നമുക്കൊരു സപ്പോർട്ടിൽ നമ്മൾ കിടക്കണ പോലെ തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ബാക്ക് പെയിൻ ഒരുവിധം ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പെട്ടെന്ന് നേരെ ഇനിയിപ്പോൾ ഏത് നേരം നമുക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു 5 മിനിറ്റൊക്കെ നമുക്ക് മലർന്ന് കിടക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ അങ്ങനെ നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്ന പൊസിഷനിൽ നിന്ന് മലർന്ന് കിടക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ എടുത്തടിച്ച പോലെ പെട്ടെന്ന് തിരിയരുത്. കാരണം ബേബി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെല്ലെ ടൈം എടുത്തിട്ടൊക്കെ വേണം തിരിയാനൊക്കെ ആയിട്ട്. അങ്ങനെ പതുക്കെ തിരിഞ്ഞ് കിടന്നതിന് ശേഷം നമുക്കൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാം. അപ്പോൾ നമ്മൾ ചെരിയുമ്പോഴും എണീക്കുമ്പോഴും ബെഡിൽ നിന്ന് എണീക്കുമ്പോഴും അതുപോലെ ബെഡിലേക്ക് ഇരിക്കുമ്പോഴും ബെഡിൽ കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വിലക്കം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവോയ്ഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. നാലാമതായിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. ഈ വെയിറ്റ് എടുക്കുന്ന പരിപാടി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഇത്തിരി വെയിറ്റ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കേണ്ട. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കാതിരിക്കുക. കാരണം വെയിറ്റ് എടുത്തിട്ട് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് വിലക്കം വരിക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറാനായിട്ട്. അപ്പോൾ അതുപോലെ കുളിക്കുന്ന ടൈമിൽ ബാക്കി വെള്ളം വരുന്നത് എടുത്തിട്ട് ആ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ബക്കറ്റ് എടുത്തിട്ട് ഒഴിക്കും. പക്ഷേ ആ ഒരു വെയിറ്റ് പോലും നമ്മുടെ ബോഡിക്ക് ഈ ഒരു ടൈമിൽ താങ്ങാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മുടെ വയറിനുള്ളിൽ ബേബി കിടക്കുന്നുണ്ട്. പിന്നെ ഈ വെയിറ്റും കൂടി എടുത്തിട്ട് നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് ആ വെയിറ്റും കൂടി എടുക്കാന്നുണ്ടെങ്കിൽ ആ പ്രഷറും കൂടി വരാൻ നമ്മുടെ ബാക്കിലേക്ക് എറിയും. അപ്പം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. സോ അതുകൊണ്ട് വെയിറ്റ് എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക, വെയിറ്റ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ ബാക്ക് പെയിൻ മാറണില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാക്കിൽ തൈലം യൂസ് ചെയ്യാം. അതായത് നമ്മൾ മസാജ് ചെയ്യാനൊന്നും പാടില്ല. കാരണം ഓൾറെഡി നമ്മുടെ വയറിൽ ബേബി ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് മസാജ് ചെയ്താൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ കേട്ട് കാണും, ധാന്യന്തര തൈലം എന്ന് പറഞ്ഞിട്ട് ഒരു തൈലമുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടല്ലേ യൂസ് ചെയ്യാമെന്ന്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ധാന്യന്തരം കുഴമ്പാണ് കേട്ടോ. പ്രസവത്തിന് മുൻപ് നമുക്ക് നല്ല പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാന്യന്തരം തൈലം യൂസ് ചെയ്യാം. തൈലം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെയിൻ നമ്മുടെ കയ്യിൽ കുറച്ചെടുക്കാം, കൈ രണ്ടോ റബ്ബ് ചെയ്യുക. എന്നിട്ട് പെയിൻ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്, വേറെ ഒരാളുടെ ഹെൽപ്പും വേണ്ട, നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. എടുത്തതിന് ശേഷം നമുക്ക് ആ പെയിനുള്ള ഭാഗത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് ജസ്റ്റ് ലീവ് ചെയ്യുക. ഒഴിയാനോ ഒന്നിനും പാടില്ല. പുരട്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീവ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം കേട്ടോ. നല്ല അത്യാവശ്യം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പെയിൻ മാറാനുള്ള എന്താ പറയുക സാധ്യതയുണ്ട്. ഞാനപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് പെയിനുകൾ നമുക്ക് കൈമേയും കാലിലൊക്കെ ചെയ്യാം. പക്ഷെ ഒറ്റൊരു കണ്ടീഷനുള്ളൂ, നമ്മൾ എന്താ പറയുക മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തേച്ചിട്ടിട്ട് ലീവ് ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാം. അല്ലാതെ നിങ്ങൾ ഈ മൂവ് അല്ലെങ്കിൽ വേദനയ്ക്ക് പറ്റുന്ന ബാം അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അതൊന്നും ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ മേടിക്കാനായിട്ട് കിട്ടും. ഈ ബോട്ടിലിന് 200 രൂപ അങ്ങോട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ, ഈ ധാന്യന്തര തൈലത്തിന്. അപ്പോൾ ഇത് പ്രസവത്തിന് മുൻപ് യൂസ് ചെയ്യണതാണ്. പ്രസവിച്ചതിന് ശേഷം നമ്മൾ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ധാന്യന്തരം കുഴമ്പാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ആയുർവേദ കടയിൽ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറഞ്ഞുതരും. ചോദിച്ചതിന് ശേഷം അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യണം എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി മേടിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് പെയിനുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടിയിടാം. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉഴിഞ്ഞ് പിടിപ്പിക്കാനോ തേച്ച് പിടിപ്പിക്കാനോ ഒന്നും പാടില്ല. അത് കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ കുളിക്കാം. പിന്നെ തൈലം പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കുളിക്കരുത്, ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കണ്ടൻസും പുതിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.